ഒരു അമ്മ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മോള് ഹോസ്റ്റലിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുവാണ്, എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുവാണ്, പഠിക്കാൻ പറ്റണില്ല, ഭയങ്കര മാനസികമായിട്ട് തകർന്നിരിക്കുകയാണെന്നൊക്കെ. അപ്പം ഞാനും ഒരു പെൺകുട്ടിയാണ്, ഞാനും ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ വിഷമമൊക്കെ മനസ്സിലാവും. ഞാൻ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന പറയുന്നത്. ഇത് എഴുതൊന്നും വേണ്ട, ചൊല്ലിയാൽ മതി. എന്ത് പ്രാർത്ഥനയാണെങ്കിലും 33 പ്രാവശ്യം ചൊല്ലാൻ ശ്രമിക്കുക. ഞാൻ നിർബന്ധിക്കില്ല ആരെയും. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ ചൊല്ലിയാൽ മതി. ആ 33 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ യേശു ജീവിച്ചിരുന്ന വർഷങ്ങളാണ്. പിന്നെ ഈ വചനങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കിയ വചനങ്ങളല്ല, ഇതെല്ലാം ബൈബിളിലുള്ള വചനങ്ങളാണ്. നമ്മൾക്ക് എത്രയോ വർഷം മുമ്പ് യേശു ജീവിച്ചിരുന്നതാണ്. നമ്മുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഹിസ്റ്ററി പോലും പറയുന്നത് AC BC എന്നൊക്കെ പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ് ആഫ്റ്റർ ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളത് തിരിച്ചേക്കുന്നത് തന്നെ. അപ്പം ഞാൻ പറയുന്നതാണെന്ന് ഓർത്ത് നിങ്ങളിത് വിശ്വസിക്കാണ്ടിരിക്കൊന്നും വേണ്ട. പിന്നെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് 100 പ്രാവശ്യം ചൊല്ലുവോ 33 പ്രാവശ്യം ചൊല്ലുവോ ഒക്കെ, അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. ഞാൻ എന്നെക്കൊണ്ടാവുന്ന, ഇപ്പോൾ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുക, ആരും മിണ്ടാനും പറയാനൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അത് എൻ്റെ വിശ്വാസം. അത് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു മറുപടി. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിർത്തി ബൈക്ക് പോണ ശബ്ദം കൊണ്ട് കേട്ടോ. ഹൃദയം നുറുങ്ങുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് സംരക്ഷിക്കുന്നു. എനിക്കറിയാമേ ഒറ്റപ്പെടുത്തലിനൊക്കെ ഭയങ്കര വേദനയാണെന്ന്, പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് സംരക്ഷിക്കുന്നു. സങ്കീർത്തനം 34:18. അപ്പം ഞാൻ പറയട്ടെ, പെറ്റമ്മ മറന്നാലും ഈശോ മറക്കില്ല എന്നാണ് ഈശോ വാഗ്ദാനം തന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാ അമ്മ പേടിക്കുന്നത്? അമ്മ മറന്നാൽ പോലും അമ്മയുടെ പ്രാർത്ഥന കൊണ്ട്, അല്ലെങ്കിൽ മോളുടെ പ്രാർത്ഥന കൊണ്ട് ഈശോ താങ്ങിക്കോളും. അത് നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാതൊക്കെ ഇരിക്കും, പക്ഷേ ഈശോ മറന്നൊന്നും പോല. ഒരു പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ പ്രാർത്ഥനയുടെ എഫക്റ്റ് നമ്മൾ മരിക്കണവരെ നിൽക്കും. അപ്പോൾ പേടിക്കുകയേ വേണ്ട. എക്സാമിനൊക്കെ പഠിച്ചോളാൻ പറയൂ, ഇത് ചൊല്ലാൻ പറയൂ. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് സംരക്ഷിക്കുന്നു. സങ്കീർത്തനം 34:18. സങ്കീർത്തനം 34:18. ഇന്ന് ശനിയാഴ്ചയാണ്. ഒരു കാന്താരി മുളകും കൂടെ എൻ്റെ കൂടെ ഉണ്ട്.